പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതം ഒരു പ്രൈസ് ഫിൽഡ് ലൈഫായിരിക്കണം. സ്തുതി കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ ആ സ്നേഹം എപ്പോഴും പുതുക്കത്തിലായിരിക്കണം, റിന്യൂ ചെയ്യപ്പെടണം. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലെ ആ ബലവും സന്തോഷവും എല്ലാം പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് പുറത്തേക്ക് ഒഴുകുവാനും ഇടയാകും. പ്രൈസ് ഗോഡ്. എല്ലാ കാലത്തും യഹോവയെ സ്തുതിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസ് 12:30 വാക്യം, മാർക്ക് 12:30. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നും ആകുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കും. 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കാൻ പോവുക. അങ്ങനെ പറയുന്ന കേട്ടപ്പോൾ പെട്ടെന്ന് ആ റൂമിലുണ്ടായിരുന്ന എല്ലാവരും കണ്ണ് അല്പമെങ്കിലും ഒന്ന് തുറന്ന്, അല്ലെ ഒരു കണ്ണെങ്കിലും ഒന്ന് തുറന്ന് നോക്കി, ഇതാരായി പറയുന്നത്? ഇവിടെ ഒരു ഇൻസ്ട്രുമെൻസും ഇല്ലല്ലോ, പിന്നെ എന്തോ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നത് നോക്കി. എന്നാൽ ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ വ്യാപാര ശക്തി നിഴലിടുവാൻ തക്കവണ്ണം തുടങ്ങി. ആ ഭക്തനായ മനുഷ്യൻ തൻ്റെ പ്രാർത്ഥന തുടങ്ങി. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവേ, ഞാൻ എൻ്റെ 2 കണ്ണും കൊണ്ടും നിന്നെ സ്തുതിക്കും. ഞാൻ നിന്നെ മാത്രമേ അതുകൊണ്ട് നോക്കത്തുള്ളൂ. കർത്താവേ, എൻ്റെ 2 ചെവി കൊണ്ടും ഞാൻ സ്തുതികൾ സ്വർഗത്തിലേക്ക് ഉയർത്തത്തക്കവണ്ണം നിന്നെ ഞാൻ പ്രേസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിൻ്റെ ശബ്ദം മാത്രമേ എൻ്റെ ചെവി കൊണ്ട് കേൾക്കത്തുള്ളൂ. എൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. അതുകൊണ്ട് നീ എന്നെ എവിടെയൊക്കെ ഡയറക്റ്റ് ചെയ്യുമോ അവിടെയെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും. ഞാൻ എൻ്റെ 2 കാലും കൊണ്ടും ദൈവമേ നിന്നെ ബഹുമാനിക്കും, നിന്നെ സ്തുതിക്കും. ഞാൻ നിൻ്റെ ചട്ടങ്ങളുടെ ഊടുവഴിയിൽ കൂടെ മാത്രമേ നടക്കത്തുള്ളൂ. നീ എന്നെ എങ്ങോട്ടേക്ക് ലീഡ് ചെയ്യുന്നോ അവിടേക്ക് ഞാൻ പോകും. എൻ്റെ നാവ് കൊണ്ട് ഞാൻ നിൻ്റെ പരിശുദ്ധ നാമത്തെ മാഗ്നിഫൈ ചെയ്യും. നിൻ്റെ ആ ദയയും വിശ്വസ്തതയും ഓർത്ത് ഞാൻ തുടർമാനമായിട്ട് നിന്നെ സാക്ഷീകരിക്കും. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കും. നിൻ്റെ അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം ഞാൻ പൂർണ്ണമായി റിസീവ് ചെയ്യും. നിൻ്റെ കരുണയും കൃപയും ഫൊർഗീവ്നെസ്സും എല്ലാം നീ എന്നിലേക്ക് ഒഴുക്കി തരുന്നതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കും. കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുക. 10 സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് നീ എന്നിൽ തന്നെ പണിത് വെച്ചിരിക്കുകയാണല്ലോ. എൻ്റെ ശരീരത്തിൽ തന്നെ നീ എനിക്ക് തന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നീ എങ്ങനെ അത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നോ അതുപോലെ അത് പ്ലേ ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ. നിൻ്റെ കൃപയുടെ ആ മഹത്വത്തെ പ്രസ്താവിപ്പാൻ നീ സഹായിക്കണേ. എൻ്റെ സ്തുതിയുടെ ആ ഹാർമണി ഉണ്ടല്ലോ, അത് നിൻ്റെ നാമത്തിന് മഹത്വം കൊണ്ടുവരട്ടെ. ഇതാണ് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത്. തൻ്റെ ഉള്ളിലുള്ള സകലത നിമിത്തം എങ്ങനെ ദൈവത്തെ സ്തുതിക്കണമെന്ന് ഈ മനുഷ്യനറിയാമായിരുന്നു. 86 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. നിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. പ്രൈസ് ഗോഡ്.
അതുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ വാ കൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് കഴിയണം. വിത്ത് എവറിത്തിങ് ദാറ്റ് ഈസ് വിതിൻ us, let us praise the Lord. ദൈവമക്കളെ, ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മൾ എത്രത്തോളം കൂടുതൽ ദൈവത്തെ സ്തുതിക്കുമോ അത്രത്തോളം ആഴത്തിൽ നമുക്ക് ദൈവവുമായിട്ടൊരു കൂട്ടായ്മ അനുഭവിപ്പാൻ കഴിയും. അനേകർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമാണ്. രോഗത്താൽ ഭാരപ്പെട്ട് വേദനിക്കുന്ന സമയത്തും സ്തുതിച്ച് ഫിസിക്കൽ ഹീലിങ്ങിലേക്ക് നടന്നെടുത്തവരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സ്തുതിക്കുമ്പോൾ അതൊരു സ്പിരിച്വൽ ട്രീറ്റ്മെൻറ്റായിട്ട് തീരാറുണ്ട്. നമ്മെ പൂർണ്ണതയിലേക്ക്, പ്രത്യാശയിലേക്ക്, ശക്തിയിലേക്ക്, ബലത്തിലേക്കെല്ലാം നമ്മെ അത് നടത്തും. Our spiritual wholeness came about through praising Him. നമ്മുടെ ഭയമെല്ലാം മാറിപ്പോവും. വലിയ വിശ്വാസം നമ്മിൽ, എന്ത് സാഹചര്യമാണെങ്കിലും വലിയ വിശ്വാസം നമ്മിൽ വർദ്ധിക്കുവാനിടയാകും. സ്തുതി ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിപ്പാൻ തക്കവണ്ണം ഇടയാക്കും. നമ്മുടെ ദൈവം വസിക്കുന്ന സ്തുതികളിന്മേല നാം ആരാണെന്നും ദൈവം ആരാണെന്നും ഉള്ള ആ സത്യം ഒന്നുകൂടെ റീഇൻഫോഴ്സ്ഡായിട്ട് നമ്മുടെ മനസ്സിൽ പതിയും. നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. താഴ്വരയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്നവൻ യേശു കർത്താവ് മാത്രമാണ്. വിശ്വസ്തനായ നമ്മുടെ ദൈവം നമ്മെ ഉപേക്ഷിക്കത്തില്ല, നമ്മെ കൈവിടത്തില്ല. ഹി അലോൺ ഈസ് എ സോഴ്സ് ഓഫ് ഓൾ ഗുഡ് തിങ്സ്, അല്ലേ? ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവം നമുക്ക് തരുന്ന എല്ലാ സൗഖ്യത്തിനായിട്ടും, ദൈവം നമ്മെ എംപവർ ചെയ്യുന്നതിനായിട്ടും, നമ്മുടെ നേരെയുള്ള സകല ഭീഷണികളെയും ഭയം കൂടാതെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളുടെ മേൽ അതിജീവിച്ച് ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മാർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം. മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 36 ഇങ്ങനെ പറയുന്നു: അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതാകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്കവരെ സ്തുതിക്കാമേ. കർത്താവ് കാൽവറി യാഗത്തിൽ ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ടു. കൈകാലുകൾ തൻ ക്രൂശിന്മേൽ വിരിച്ചു, അല്ലേ? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പക്ഷെങ്കിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം പുത്രനാം ദൈവത്തിന് കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വിടുതലിനും രക്ഷയ്ക്കും കാരണമായി തീർന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-21 ഇങ്ങനെ പറയുന്നു: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമീൻ. ഈ നല്ല ദൈവത്തെ സ്തുതിപ്പാൻ, സ്തുതികരിക്കൊണ്ട് ജീവിപ്പാൻ നാം സമർപ്പണബോധത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, പ്രതികൂല കാറ്റ് വീശുന്ന സമയത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും കരയേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മ വശങ്ങളിലും വല്ലായ്മ വശങ്ങളിലും സൗഖ്യം പ്രാപിച്ചു മുന്നോട്ട് പോകാൻ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രൈസ് ദി ലോർഡ്.